അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ സത്യത്തിൽ എൻ്റെ വീട്ടിലിരുന്നിട്ടാട്ടോ ചെയ്യുന്നത്. ഇത് ഈ ഒരു സംഭവമൊക്കെ കാണിക്കുന്നത് ദിലുവിൻ്റെ വീട്ടിലാണ്. അപ്പോൾ കുറച്ച് ആളുകൾക്കൊക്കെ അറിയാം ഞാൻ ദിലുവിൻ്റെ വീട്ടിലായിരുന്നു, അതായത് എൻ്റെ സിസ്റ്റർ അഫിൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ ഇന്നലത്തെ ഒരു ക്ലിപ്പിങ്സ് കാട്ടത് എന്താ പറയുക, ലൈവൊക്കെ കഴിഞ്ഞ് ഞാനും ദിലു അങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആകാശത്ത് അമ്പിളിമാമനെ കണ്ടപ്പോൾ നല്ല രസം തോന്നിയിട്ട് എന്നെപ്പോലെ തന്നെ ദിലുവിന് ഭയങ്കര ഇഷ്ടം കേട്ടോ ഇങ്ങനെ കാണുമ്പോൾ. അതേപോലെ എനിക്ക് ബീച്ചിൽ നിന്ന് കാണാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. സൂര്യാസ്തമയം കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, ഇൻഷാ അല്ലാഹ് കാണണം. അപ്പോൾ അത് കണ്ടപ്പോൾ ഓളും ഇങ്ങനെ എടുത്താട്ടോ. അപ്പോൾ ഞാൻ അത് വെച്ച് പറയാൻ വിചാരിച്ച്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത് അതായത് ചൊവ്വാഴ്ച ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കെ നമ്മൾ ലൈവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് എന്താ പറയുക ഫോട്ടോസ് എടുക്കുന്ന ആ ഒരു ഇതാട്ടോ. നല്ല മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ മോനെ. കാരണം വേറെ ഒന്നുമല്ല കേട്ടോ, ഞങ്ങൾ 6 മാസമായിട്ടോ പിന്നെ വീട്ടിൽ പോയിട്ട്. അപ്പോൾ 6 മാസങ്ങൾക്ക് ശേഷം പെരുന്നാൾ കഴിഞ്ഞ് പോയപ്പോൾ ഉണ്ടല്ലോ മോന്, മക്കളങ്ങനെയാണല്ലോ പെട്ടെന്നാണല്ലോ വളർച്ചകളൊക്കെ വരിക. അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. ഞങ്ങൾ ഫോട്ടോസ് ഞങ്ങളിങ്ങനെ ക്യാമറ ഓണാക്കിയാൽ തന്നെ, പ്രത്യേകിച്ച് ഞാൻ ക്യാമറ ഓണാക്കി കഴിഞ്ഞാൽ അപ്പോൾ വരും കേട്ടോ തെച്ചി പറഞ്ഞിട്ട് അവൻ്റെ ഫേസ് തന്നെ കാണിക്കും. കുറേ ആളുകൾ കണ്ടിട്ടുണ്ടാവും ലൈവിലൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്നത് കേട്ടോ. ഓനറിയില്ലല്ലോ. ഇത് പിന്നെ എല്ലാവരും ഇന്നെ തന്നെ പറയുന്നത്, എൻ്റെ അതേ പകർപ്പ് എന്ത് ചെയ്യാനാ, കിട്ടാതിരിക്കില്ലല്ലോ. എൻ്റെ സ്വന്തം സിസ്റ്ററിൻ്റെ മോൾ തന്നെയല്ലേ, അപ്പോൾ പിന്നെ വേറെ ആരും കിട്ടൂലല്ലോ. അപ്പോൾ അങ്ങനെ ഞാനും ഇതിലും ലൈവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എന്താ പറയുക ഇങ്ങനെ വിളിക്കുന്നുണ്ട് ആറ്റക്ക് ഇതൊക്കെ സംഭവം എന്ന് പറയാം. അപ്പോഴത്തേക്ക് കാഫി ഉണ്ടാക്കി വെച്ചാട്ടോ ഐസരുതി ഞങ്ങൾ അങ്ങനെ കേട്ടോ പറയാം. അപ്പോൾ അത് കടിക്കാനും വന്നിട്ടുണ്ട്. ചോറും പത്തിരിയൊന്നും പുള്ളിക്കാരന് വേണ്ട. ഇത് അഫി ഉപ്പിലിട്ട മാങ്ങൻ്റെ ആ നീരും ഐസും കൂടി ഉറപ്പിച്ചിട്ട് അപ്പോൾ ഇതിലും ഇങ്ങനെ ചുരണ്ടിയിട്ട് ഇങ്ങനെ തരാട്ടോ. ഞാനും കഴിക്കുന്നുണ്ട്. അപ്പോൾ ഹലിമോന് ദിലുവിന് ഇതൊക്കെ എന്താ പറയുക ഭയങ്കര അത്ഭുതം കേട്ടോ. ഞങ്ങളിത് കുറേ കഴിച്ചതാണ് സ്കൂളിൽ പഠിക്കുമ്പോഴും, അല്ലാത്തപ്പോഴൊക്കെ ഞാനും ഓഫയൊക്കെ കഴിച്ചതാണ്. പക്ഷെ മക്കൾക്ക് ഓൾ ഇങ്ങനെ ഉണ്ടാക്കിയ ഫ്രഷായിട്ട് ഉണ്ടാക്കിയ കേട്ടോ, അപ്പോൾ വിശ്വസിച്ച് കഴിക്കാമല്ലോ. പിന്നെ ഈ കേക്ക് ഞാൻ പറഞ്ഞില്ലേനോ കഴിഞ്ഞ വീഡിയോയിൽ 2 കേക്ക് ഉണ്ടെന്ന്, അതിലേറെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ വാഞ്ചോ. അപ്പോൾ കേക്ക് ലവറാട്ടത് ഇതിൻ്റെ പോലെ ഞാനും ദിലും ഒക്കെ പോലെ തന്നെ. പക്ഷെ വേറെ വ്യത്യാസമുണ്ട്, എനിക്ക് ചോക്ലേറ്റിനെക്കാട്ടും ഇഷ്ടം ചോക്ലേറ്റ് കുറവുള്ളതാട്ടോ. അപ്പോൾ ഈ വാഞ്ചോ നല്ല രസമുള്ള കേക്ക് കേട്ടോ, അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നല്ലൊരു സീന് കഴിഞ്ഞ് എടുക്കാൻ പറ്റില്ല. അലിമോന് അഫി വലിയ പീസ് എടുത്തിട്ട് ഇങ്ങനെ ജാസിനോട് ഫ്രിഡ്ജിക്ക് വെക്കാൻ പറഞ്ഞ കേട്ടോ. പുള്ളിക്കാരൻ അതങ്ങോട്ട് വാങ്ങിയിട്ട് 2 കൈ കൊണ്ടൊക്കെ എടുത്ത് ഒരു വല്ലാത്തൊരു സീനുണ്ടായിരുന്നു. പഠിച്ചോനെ അതങ്ങനെ മിസ്സായിട്ടോ. അപ്പോൾ എനിക്കൊരു ചിരി വന്നിട്ട് ഞാനും അളിയരൊക്കെ കുറേ ചിരിച്ചു. അങ്ങനെ പിന്നെ രാവിലെ ആയി ഇൻഷാ അല്ലാഹ്, അതായത് ഇന്ന് രാവിലെ കേട്ടോ. അപ്പോൾ ഇതിലും ഇങ്ങനെ പറയേണ്ടത് തെച്ചി ഞാൻ കുളിച്ചിട്ടില്ല, അതുകൊണ്ട് ഫേസ് കാണിക്കുന്നില്ലയെന്ന്. അപ്പോൾ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ ഒരു ഇതിലിങ്ങനെ ചാറ്റൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എൻ്റെ തൊട്ട ബാക്കിൽ ആളെയും കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഞാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ടാറ്റൊക്കെ പറയാണ്. അതിൻ്റെ ഇടയിൽ ഇതിൽ പോയി കുളിച്ച് വന്ന് അപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് വരട്ടി വന്നു കേട്ടോ. അതായത് ഞങ്ങളെ ഗ്യാസ് ഫിറ്റ് ചെയ്ത ആൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ്, ഫിറ്റ് ചെയ്തല്ല സോറി, ഗ്യാസിൻ്റെ സിലിണ്ടറായിട്ട് വന്നിട്ടുണ്ടെന്ന്. ഇന്നിപ്പം ഭയങ്കര എല്ലാവർക്കും ഗോൾഡിനെ പോലെയാണല്ലോ ഗ്യാസ്. അപ്പോൾ പിന്നെ വരാതെ നിവർത്തിയില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ഓട്ടോക്കാരെ വിളിച്ച് വരാൻ പറഞ്ഞു. അപ്പോൾ ഈ ഒരു സംഭവം എന്താണെന്നറിയോ, നായ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കേട്ടോ. ഇതിന് മുൻപ് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ അറിയില്ല, ഫുള്ള് 7up കുപ്പിയായിരുന്നു. അപ്പോൾ അത് ഇന്നലെ നായ എന്തോ കയറി, അങ്ങനെ പിന്നെ 7 പ്രാവശ്യം മണ്ണൊക്കെ ഇട്ട് കഴുകി പിന്നെ ക്ലീൻ ആക്കിയതിന് ശേഷം ജാസിൻ്റെ കലാവിരുതാട്ടത്. അവന് എന്ത് ചെയ്തു, ഇവിടെ അച്ചാറുണ്ടല്ലോ, അപ്പോൾ അച്ചാറിന് വേണ്ടി സുർക്ക വേണമല്ലോ. അപ്പോൾ ആ സുർക്കൻ്റെ കുപ്പിയിൽ ഉജാല വെള്ളം നിറച്ചിട്ട് ഇങ്ങനെ ചെയ്താട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. അത് വീഡിയോയിൽ കണ്ടിട്ട് നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാകുന്നതെന്ന് അറിയില്ല, നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പം ഞാനിത് മാറ്റി വന്നപ്പോൾ ഞാനിങ്ങനെ പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ടപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഷൂട്ട് ചെയ്താട്ടോ. അപ്പോൾ അലിമോനിപ്പോൾ എന്തിനാ അങ്ങനെ റെഡി ആയി നിൽക്കുന്നതോ, ഞങ്ങളെ കൂടെ പോകാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഒരു ഉച്ച 3 മണിക്കാണ് വരാൻ പറഞ്ഞത്. പക്ഷേ അതിൻ്റെ ഇടയിലാണ് ഞങ്ങളെ ഗ്യാസിൻ്റെ ഒരു പറഞ്ഞത് വന്നിട്ടുണ്ട് ഇത്. അപ്പോൾ അപ്പോഴത്തേക്ക് അഫീനോട് ഞാൻ പറഞ്ഞു എനിക്ക് ചോറൊന്നും വേണ്ട കേട്ടോ, ഒക്കെ അറിയാലോ എനിക്ക് ഞാൻ ചോറ് കഴിക്കില്ലാന്ന്.
അപ്പോഴത്തേക്കൊന്നും കേട്ടില്ല. അപ്പോഴത്തേക്കും എന്തോ പലഹാരമൊക്കെ ഉണ്ടാക്കി. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഓൾ സ്പെഷ്യലായിട്ട് ഒരു സാധനം തന്നു വിട്ടിട്ടുണ്ട്. അപ്പോൾ അതിനിടയിൽ ഉണ്ടാക്കിയൊരു പലഹാരവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓൾ ഉണ്ടാക്കിയതല്ലേ വിചാരിച്ചിട്ട് ഞാൻ ഈ ക്യാരറ്റ് കേക്കൊന്ന് കഴിച്ചു. പിന്നെ എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് ചായ അല്ല തന്നത്, എന്താ മൗണ്ടെയിനോ അങ്ങനെ എന്തോ ഒരു ഡ്രിങ്ക്സ് ആട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് അവിടെ പോയപ്പോൾ ഭയങ്കര ഇഷ്ടമായത്. അപ്പം ഞാനത് കഴിച്ച്. അപ്പം അലിമോൻ കൂടെ നിൽക്കുന്നുണ്ട് കേട്ടോ. പുള്ളിക്കാരൻ ഞങ്ങളുടെ കൂടെ വരാനുള്ള ആ ഒരു ഇതിലാട്ടോ, ഫുള്ള് തയ്യാറെടുപ്പിലാണ് നിൽക്കുന്നത്. അവനെ പറഞ്ഞിട്ട് കാര്യമില്ല. അതങ്ങനെയാണ്, ഓട്ടോറിക്ഷ കണ്ടാൽ പിന്നെ അവിടുന്ന് വരൂല. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന അന്നും അങ്ങനെ തന്നെയാണ്, പോകുമ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അങ്ങനെ പിന്നെ കാണുന്ന എന്താണെന്നറിയോ, മറ്റേത് മൂന്നും ഞങ്ങളെ ലഗേജ്, ഡ്രസ്സ്, കാര്യങ്ങൾ. ഈ കാണുന്ന കവറുണ്ടല്ലോ, അത് ഓള് കഷ്ടപ്പെട്ട് ചോറൊക്കെ ഉണ്ടാക്കി. അപ്പം അമ്മ പറഞ്ഞു എനിക്ക് ഇനി വേണ്ട, എനിക്ക് വേണ്ട. നമുക്ക് ടെൻഷനായി. അങ്ങനെ അമ്മ പറഞ്ഞു ഇനി വീട്ടിൽ പോയിട്ട് ഞാൻ കഴിച്ചോളാന്ന്. അപ്പോൾ ഓള് കേൾക്കാതെ ഓൾ എന്ത് ചെയ്ത് പാവ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ എന്താ പറയുക ഫുഡൊക്കെ ഓള് എന്താ പറയുക ടിഫിൻ ബോക്സിലാക്കിയിട്ട് ഉമ്മക്ക് സാദാ ചോറും എന്താ ഇരുന്ന് താളിച്ച് കേട്ടോ, ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ പറയാം, അതുണ്ട്. പിന്നെ എന്തോ ഒരു തരം മീൻ, എന്തോ ഒരു വലിയ മീൻ, ആ മീനിൻ്റെ കറി ഉണ്ട്, തോരനുണ്ട്, പപ്പടം, അങ്ങനെയൊക്കെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ടിഫിനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഞങ്ങൾ ഓട്ടോക്കാരൻ വന്നിട്ടോ. അപ്പോൾ പാവം ജാസിമോനാണ് ഇതൊക്കെ ഇങ്ങോട്ട് വെക്കുന്നത്. പിന്നെ ഇവിടുന്ന് കുറച്ച് ഞങ്ങൾ പോകുമ്പോൾ കുറച്ച് മണ്ണ് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ ഗൈസ്. വേറെ ഒന്നുമല്ല, ഞങ്ങളെ വീട്ടിൽ ആകെ മറ്റേ സിമെൻറ്റ് ഇട്ട തറാണല്ലോ. അപ്പോൾ പിന്നെ മണ്ണ് കുറവാണ്. അപ്പോൾ ഇവിടെ ആകുമ്പോൾ നല്ല മണ്ണുണ്ട്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, എല്ലാവരോടും ഇങ്ങനെ പറയുന്നുണ്ട് മണ്ണെടുക്കാൻ വന്നാണ്. എന്നാലും കുറച്ച് മണ്ണൊക്കെ എടുത്ത് അത് വേറെ ഒന്നിനല്ല, ഇവിടുന്ന് കറിവേപ്പിലേൻ്റെ ഒരു ചെറിയ തൈയും കൂടി ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഗൈസ്. അങ്ങനെ പിന്നെ എല്ലാം കൂടി കെട്ടിപ്പറക്കി എന്താ പറയുക ഞങ്ങളിങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ പോകുന്നതിന് മുന്നേ ഓനിങ്ങനെ ഓരോന്ന് വെക്കുന്നുണ്ട്. പാവം ജാസിമോനാട്ടോ കൂടെ സപ്പോർട്ട് ചെയ്യുന്നത്. കണ്ടോ അലിമോൻ ആ കയറാനാണ് ഫസ്റ്റ്, അതിൽ കയറി കഴിഞ്ഞാൽ പിന്നെ കിട്ടൂല. അങ്ങനെ ആയിരുന്നു വന്ന ആ ഒരു സമയത്ത്. അങ്ങനെ പിന്നെ ഞാൻ കയറി, അതിനിടയിൽ പിന്നെ എന്താ പറയുക ഞാൻ കയറി വണ്ടി വെച്ച് ലാസ്റ്റ് നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഒരു കയറുന്ന ആ ഒരു ഭാഗത്ത് മാത്രം ഇരിക്കുള്ളൂ. ആ ബാറ്ററി വണ്ടിയും പിന്നെ അതിനിടയിലാണല്ലോ ഈ ചട്ടിയും കുടുക്കിയെന്ന് പറഞ്ഞ പോലെ ആ മണ്ണും കാര്യങ്ങളൊക്കെ. പിന്നെ ഞങ്ങളെ ലഗേജ് കയറിയുണ്ട് ഈ കറിവേപ്പില നടാൻ വേണ്ടിയിട്ടോ. അമ്മ ഇവിടുന്ന് മണ്ണെടുത്ത് കണ്ടില്ലേ ജാസിൻ്റെ കയ്യിൽ. അപ്പോൾ അതവൻ പറഞ്ഞു ഞാൻ ഫ്രണ്ടിൽ വെച്ചോളാണ്. അങ്ങനെ ഇത് ഈ ഒരു രംഗാട്ടോ ഭയങ്കര ഇടങ്ങേറുള്ളൊരു ഇതാണ്. കാരണം കരയുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും ഒരു ഇത് തോന്നില്ല. പാവം ദിലൂനെയും കണ്ടുകൂടാ, അലിമോനെയും കണ്ടുകൂടാ. ജാസി അങ്ങനെ എപ്പം പോയാലും ജാസി അങ്ങനെ ഓവർ പറയാത്ത ജാസി ഈ പ്രാവശ്യം പറഞ്ഞു കേട്ടോ, എന്തിനാ അപ്പോൾ പോകുന്നത്, പ്രത്യേകിച്ച് പോയിട്ട് എന്താ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവിടേക്ക് വരേണ്ടി വന്നും ചെയ്തു. ഗ്യാസ് എന്താ പറയുക സിലിണ്ടർ നമുക്ക് അകത്തല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞു കേട്ടോ ഇൻഷാ അല്ലാ ഇനി വരാലോ എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോഴത്തേക്കാലി കരയുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ആ ഷൂട്ട് ചെയ്യായിട്ടാണ്. അപ്പോൾ നല്ല കരച്ചിലാണ് അത്ര. പിന്നെ ഇവരും പറഞ്ഞു കേട്ടോ, ഞങ്ങളെ ഓനും പറഞ്ഞു, ഡ്രൈവറും പറഞ്ഞു വേണ്ടടി എടുക്കണ്ട, പാവാണ് ഇനി വിളിക്കണ്ട ഓനെ, കുട്ടി കരയുന്നു. പിന്നെ ഓവർ കരയിപ്പിക്കാനും പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ ലാസ്റ്റാക്കി പറഞ്ഞു കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം വേഗം എന്താ പറയുക കാർട്ടൂൺ ഇട്ട് കൊടുത്തിരുന്നു. എനിക്കൊരു ABCD പഠിക്കുന്ന ഒരു കാർട്ടൂണുണ്ട്, അത് ഇട്ട് കൊടുത്താൽ പിന്നെ ആൾ റെഡി ആയിക്കോളും. ഇതിൽ പിന്നെ പറയുന്നത് വേറെ ഒന്നല്ല, നാളെയും കൂടി എക്സാം ഉണ്ട്. അപ്പോൾ ലാസ്റ്റ് എക്സാമാണ്, അത് കഴിഞ്ഞിട്ടാണ് വെക്കേഷനാണ്. അപ്പോൾ കുറച്ച് എന്തെല്ലോ ഇവിടെ ഒന്ന് പോകാനുണ്ട് അവർക്ക്. അത് കഴിഞ്ഞ ഇൻഷാ അല്ലാ ഞാൻ വരുന്നാണ് പറയുന്നത്. ഉമ്മ അങ്ങനെ പറയുന്നുണ്ട് മോളെ വാട്ടോ. ഞാൻ ജാസിനെ വിളിച്ചിട്ടോ. അപ്പോൾ ജാസിൻ പറഞ്ഞു ഇൻഷാ അല്ലാ ഞാൻ വരണ്ടേന്ന്. എനിക്ക് കാണുന്നതാണ് എനിക്ക് ആ പിക്ക് തന്നു വിട്ടിട്ടുള്ളത്. അതായത് ഞാൻ അവിടെ പോയപ്പോൾ ഞാൻ കഴിച്ചു, ഞാൻ പറഞ്ഞിരുന്നല്ലോ ഞാൻ ആദ്യമായിട്ടാണ് ന്യൂഡിൽസ് കഴിച്ചത്. അത് കേട്ടത് പാതി കേൾക്കാതെ മതി, ഓളെ സ്വഭാവം ഇതാണ്. അപ്പോൾ ഓളെന്ത് ചെയ്തു, ഓൾ എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ വന്നാൽ പിന്നെ നമ്മളിവിടെ വീട്ടിലൊന്നും ആക്കിയിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ ഇതും ഓൾ കൊടുത്ത് വെച്ചിട്ടുള്ള വാങ്ങി തന്നിട്ടുള്ള ഡ്രിങ്ക്സ് ഉണ്ടല്ലോ അതും കൂട്ടിയിട്ടോ ഞാൻ കഴിച്ച്. അപ്പോൾ ഉമ്മക്ക് സാധാ ആ ഒരു റൈസും കാര്യങ്ങളും എനിക്കിതും. പക്ഷേ ഇത് ഒരു കണ്ടെയ്നറൊന്നും ഞാൻ ഫുള്ളാക്കിയില്ല കേട്ടോ. അത് കഴിക്കാമല്ലോ സാവധാനം വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത് വെച്ചാട്ടോ. അപ്പോൾ ഇത്രയ്ക്ക് തന്നെയുള്ളൂ കേട്ടോ ഇന്നത്തെ എൻ്റെ കൊച്ചു വീഡിയോ ആണ്. കാരണം വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒരു മിസ്സിങ് ഒക്കെ ആണല്ലോ. അത് മായാൻ കുറച്ച് സമയം എടുക്കും, സമയമെല്ലാം ദിവസം എടുക്കും. അതെല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ, ഭയങ്കര മിസ്സിങ് ആയിരിക്കും. പിന്നെ വിളിച്ച് ചോദിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്തായാലും അൽഹംദുലില്ലാ നമ്മൾ സേഫായിട്ട് തന്നെ വീട്ടിലെത്തി. അപ്പോൾ ഇനി മുതൽ എൻ്റെ വീഡിയോസൊക്കെ ഞാൻ എന്താ പറയുക നേരിട്ട് കളത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്.
കാരണം മോണിറ്റൈസേഷൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ മതിയായിരിക്കും, എല്ലാവർക്കും ഇല്ലെങ്കിൽ എന്നെ എൻ്റെ വീഡിയോസ് ഡെയിലി കാണുന്നവർക്ക് അറിയായിരിക്കുമല്ലോ. അപ്പോൾ മാക്സിമം നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം. ഇത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ കൊച്ചു വീഡിയോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ അസ്സലാമു അലൈക്കും.